ന്യൂസ് 16 കേരള. ഹൂതികളെ ആക്രമിക്കാനെത്തിയ അമേരിക്കൻ സൈന്യം സ്വന്തം വിമാനം വെടിവെച്ചിട്ടു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചെങ്കടലിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ നാവികസേനയ്ക്ക് പറ്റിയത് വമ്പൻ അബദ്ധം. ചെങ്കടലിലെ പരീക്ഷണ പറക്കലിനിടെ സ്വന്തം വിമാനം വെടിവെച്ചിട്ടിരിക്കുകയാണ് US നേവി. അബദ്ധം സംഭവിച്ചതാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടു. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി അമേരിക്ക അറിയിച്ചു. ഹാരിയസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന FA-18 സൂപ്പർ ഹോർണറ്റ് എന്ന യുദ്ധവിമാനത്തിന് നേരെ ഗെറ്റിസ്ബർഗ് എന്ന മറ്റൊരു US യുദ്ധവിമാനമാണ് വെടിയുതിർത്തത്. അപകടം മണത്ത വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റുമാർ ഉടൻ തന്നെ താഴേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാൻ പിന്തുണയോടെ യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങൾ തടയാൻ പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് സംഭവം. ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ 2 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് യമനിലെ ഹൂതികൾ വ്യോമാക്രമണം നടത്തിയിരുന്നു. അവരുടെ വിമാനം വീണ്ടും ആക്രമണത്തിനെത്തിയെന്ന് തെറ്റിദ്ധരിച്ചാണ് വെടിവെച്ചിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു അബദ്ധം പിണഞ്ഞതെന്ന് അമേരിക്കൻ സൈന്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ 8 ആളില്ലാ വിമാനങ്ങളും 5 ആന്റി-ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും 3 ആന്റി-ഷിപ്പ് ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഹൂതി ആക്രമണം. ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ US ഈ മേഖലയിൽ നാവികസേനാ യുദ്ധക്കപ്പലുകളുടെ സ്ഥിര സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ട്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം നടത്തിയെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ 100-ലേറെ ചരക്ക് കപ്പലുകളാണ് ഹൂതികളുടെ ആക്രമണം നേരിട്ടത്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.